ഇന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളായാലോ. എൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഗാർഡൻ എങ്ങനെയാണ് എപ്പോഴും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്, ചെടികളുടെ ഇടയിലൊന്നും കളകളില്ലാതെയും ചെടിച്ചട്ടികളൊക്കെ പായലില്ലാതെയും പിന്നെ ചെടികളൊക്കെ നല്ല പൂക്കളോട് കൂടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ രഹസ്യം, വളരെ കുറച്ച് ഏരിയയിൽ എനിക്ക് ചെടികളുള്ളൂ എന്നുള്ളതാണ്. ഒരു 250 സ്ക്വയർ ഫീറ്റിലെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഉരുളൻകല്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ. പിന്നെ കുറച്ച് പേൾ ഗ്രാസ് നട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാസത്തിലൊരിക്കൽ ഒരാൾ വന്ന് ഇതുപോലെ ട്രിം ചെയ്ത് തരും, മറ്റേ നമ്മുടെ പേൾ ഗ്രാസ് ഒക്കെ. പിന്നെ അരളിയൊക്കെ കട്ട് ചെയ്ത് തരും. എല്ലാ ചെടികളും കട്ട് നല്ല ഷേപ്പാക്കി ചെയ്ത് തരും. പിന്നെ ഇത് കണ്ടപ്പോൾ സ്നോ ബുഷാണ്. സ്നോ ബുഷ് നല്ല അടിപൊളി ചെടിയാണ്. മുകളിലേക്ക് വെള്ള ഇലകളായിട്ട് വരുന്ന ഒരു ചെടിയാണ്. മുരിങ്ങയിലയുടെ ടെക്സ്ചറാണ്. പിന്നെ ഇത് ടൈൽസിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ ഇതുപോലെ പഴയ ഉപയോഗിക്കാത്ത ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതെല്ലാം വൃത്തിയാക്കി തരുന്നുണ്ട്. പിന്നെ എല്ലാ ചെടികളും വെട്ടിയതിന് ശേഷം എൻ്റെ ഗാർഡൻ കണ്ടോ. ഇതാണ് മുരായ പ്ലാന്റ്. ഇത് ഫ്ലവറിങ് ഉള്ള പ്ലാന്റ് ആണ്, പക്ഷേ ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ രഹസ്യം അതിൻ്റെ കാര്യം എന്താണെന്ന് പറയണേ. പിന്നെ ഇത് നമ്മുടെ നന്ദ്യാർവട്ടത്തിൻ്റെ ഡ്വാർഫാണ്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് നിർത്താവുന്നതാണ്. സ്നോ ബുഷ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ കിണറിന് ചുറ്റും ഞാൻ നട്ടിരിക്കുന്നത് നമ്മുടെ മുരായ പ്ലാന്റിൻ്റെ ഡ്വാർഫാണ്. അതിന് പൂക്കളൊന്നും വരില്ല. ഇനി ഇതാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അത് ഫേണാണ്. അതിൻ്റെ പേരെനിക്ക് അറിയില്ല. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പലതിൻ്റെ പേരെനിക്ക് അറിയില്ല. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. പിന്നെ ലണ്ടാനയൊക്കെ പല കളർ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഇപ്പം പൂക്കളില്ലാത്തത് കൊണ്ടാണ് ഞാനതൊന്നും എടുക്കാത്തത്. പിന്നെ ചെത്തിയും പല കളറുണ്ട്. പിന്നെ ചെടിച്ചട്ടിയുടെ പെയിൻറ്റിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിലൊരിക്കലൊക്കെ പെയിൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടിക്കുന്ന പെയിൻറ്റ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഡസ്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെറാക്കോട്ട കളറിലുള്ള ഒരു പെയിൻറ്റാണ്. നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെയിൻറ്റാണ്. പായലും പൂപ്പിലൊന്നും അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല. പിന്നെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് DAP എന്ന് പറഞ്ഞ വളം നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ കൂടാതെ ചാണകം, ചാരം, കുമ്മായം ഇതൊക്കെ ഞാൻ ചെടിക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ. നിങ്ങളുടെ ഗാർഡൻ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണേ.